ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഭഗവത്ഗീതയിലൂടെ മനുഷ്യന് ജീവിത വിജയം കൈവരിക്കാൻ ഭഗവത്ഗീത കാണിച്ചു തരുന്ന മാർഗങ്ങൾ ഇന്ന് മാനവരാശിയെ നാം പഠിപ്പിച്ചെടുത്തിരുന്നെങ്കിൽ ഇന്ന് ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഇതായിരിക്കില്ല. കാരണം ഓരോ വ്യക്തിയിലും അന്തർലീനമായ കഴിവും ശക്തിയും സാമർഥ്യങ്ങളും ഈ ലോകത്തിന് ഉപകരിക്കുന്ന വിധത്തിൽ വാർത്തെടുക്കാൻ അവരെ പ്രാപ്തരാക്കാൻ സാധിക്കുമായിരുന്നു. വാസ്തവത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസം മനസ്സിലാക്കാതെ പോയ, കാണാതെ പോയ ഒരു വലിയ ജീവിതത്തിൻ്റെ വശത്തെക്കുറിച്ചാണ് ഗീതയ്ക്ക് പറഞ്ഞു തരാനുള്ളത്. സത്യത്തിൽ ഇതും കൂടെ ഇന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഇനിയുള്ളൊരു തലമുറകളിലെങ്കിലും നല്ല വ്യക്തിത്വങ്ങളെ നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുമായിരുന്നു. അപ്പം എന്താണ് ഈ നല്ല വ്യക്തിത്വം എന്നാൽ? നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യം, അതായത് മനുഷ്യൻ മനസ്സാണ്. മനസ്സും ബുദ്ധിയും അങ്ങനെ വേണമെങ്കിൽ പറയാം. ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ ഗ്രഹിക്കുന്നുവെങ്കിലും ഈ കാര്യങ്ങൾ മുഴുവൻ പ്രകടിപ്പിക്കാൻ, അത് പ്രവർത്തിക്കാൻ പ്രേരണയും പ്രചോദനവും ഊർജവും നൽകുന്നത് അവൻ്റെ മനസ്സാണ്. അപ്പം മനസ്സിനൊരു മൂഡില്ലെങ്കിൽ, മനസ്സിനൊരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എത്ര അറിവുള്ളവനും പതറുന്നത് നമ്മൾ കാണാറുണ്ട്. അടിതെറ്റിയാൽ ആനയും വീഴും എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം എത്ര അറിവുള്ള ഒരാളെയും മാനസികമായി നമ്മൾ അസ്വസ്ഥരാക്കി കഴിഞ്ഞാൽ, കർണൻ യുദ്ധഭൂമിയിൽ അങ്ങനെയാണ് താളം തെറ്റുന്നത്. അറിവിൻ്റെ എല്ലാ സർവ ശ്രേഷ്ഠതയുമുള്ള വ്യക്തിത്വമായിരുന്നു കർണൻ. ഇതുപോലെ തന്നെ അർജുനൻ എല്ലാ അറിവുണ്ടായിട്ടും യുദ്ധക്കളത്തിൽ പതറുന്നാണല്ലോ നമ്മൾ ഗീതയുടെ ആമുഖത്തിൽ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയും മനസ്സും. ആ ബുദ്ധിയിലാണ് ഇന്ന് നമ്മൾ പലതും കുത്തി നിറയ്ക്കുന്നെങ്കിലും ഈ മനസ്സിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ട്, മനസ്സിൻ്റെ അവസ്ഥകളെ നമുക്ക് മനസ്സിലാക്കാതെ പോയതുകൊണ്ടുള്ള, അല്ലെങ്കിൽ അതിനെ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മാറ്റം വരുന്നത് നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ ദൗർബല്യങ്ങൾക്ക് വിധേയരായിട്ട് പലപ്പോഴും ജീവിതത്തിൽ പരാജിതരാകുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഭഗവാൻ കൃഷ്ണൻ ഓരോ വ്യക്തിയെയും അവരുടെ മനസ്സിനെയും ബുദ്ധിയും ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, ബുദ്ധിക്ക് അറിവ് കഴിവുകളുണ്ട്, പക്ഷേ ഈ അറിവിനെയും കഴിവിനെയും പ്രകടിപ്പിക്കാൻ, അത് വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആവിഷ്കരിക്കാൻ മനസ്സിനുണ്ടാകേണ്ട കഴിവിനെയും ശക്തിയെയും കുറിച്ചാണ്, അതെങ്ങനെ വികസിപ്പിക്കണം എന്നതിനെക്കുറിച്ചാണ് കൃഷ്ണൻ ഗീതയിൽ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത്, നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം എല്ലാമായി എന്ന് കരുതരുത്. അത് വെറും ബുദ്ധിയെ കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ കൊടുത്ത് ആ ബുദ്ധിയിൽ കുറേ കാര്യങ്ങൾ കുത്തി നിറയ്ക്കുക, അതേപോലെ കുറേ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് കുറേ കാര്യങ്ങളിൽ കഴിവുള്ളവർ, ഇപ്പോൾ ചിത്രരചന അല്ലെങ്കിൽ നമ്മൾ കുട്ടികളിൽ ചില സംഗീതോപകരണങ്ങൾ വായിക്കാനൊക്കെ ഉള്ള കഴിവുകളും ഉണ്ടാക്കുന്നു. പക്ഷേ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, പലപ്പോഴും പേടി വന്നു കഴിഞ്ഞാൽ, കോൺഫിഡൻസ് പോയി കഴിഞ്ഞാൽ എന്തറിവും കഴിവുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളൊക്കെ പ്രസംഗിക്കാനൊക്കെ പഠിച്ചാലും സ്റ്റേജിൻ്റെ മുകളിലെത്തുന്ന സമയത്ത് മിക്കവാറും കാലൊക്കെ ഒന്ന് ആകെ വിറയ്ക്കും. എന്ന് മാത്രമല്ല, മിക്കവാറും കുട്ടികളാകുമ്പോൾ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോൾ തന്നെ ഒന്ന് ചിലപ്പം അണ്ടർവെയറൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. കാരണം പേടിച്ചിട്ട് എന്താ പറയേണ്ടതെന്ന് അറിയില്ലേ, വിചാരിച്ച് വരുമോ എന്നറിയില്ലേ, അങ്ങനെയൊക്കെയാണത്. നമ്മളില്ലേ പേടിച്ച് മൂത്രം ഒഴിച്ചു എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ഇപ്രകാരം നമുക്ക് പലപ്പോഴും നമുക്ക് അറിവുണ്ടായിരിക്കാം, കഴിവുണ്ടായിരിക്കും, പക്ഷേ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് പലതും നമുക്ക് കൈവരിക്കാൻ സാധ്യമല്ല. അത് പണ്ട് തെന്നാലിരാമൻ്റെ കഥ പറഞ്ഞ പോലെയാണ്. തെന്നാലിരാമൻ്റെ കഥകളിൽ ഇങ്ങനെയുള്ള കുറേ ചിന്തനീയമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു വലിയ ഗംഭീരനായിട്ടുള്ള ഒരു, അന്നത്തെ കാലത്ത് ഒരു പണ്ഡിതൻ, പ്രമാണി, പരദേശിയാണ്. പല നാട്ടിൽ നിന്നൊക്കെ അന്നൊക്കെ രാജാക്കന്മാരുടെ അടുത്തേക്ക് പണ്ഡിതന്മാർ വന്ന് അവരുടെ കഴിവുകളൊക്കെ കാണിക്കും. ചിലപ്പം മജീഷ്യന്മാരായിരിക്കാം, ചിലപ്പം സംഗീതക്കാരായിരിക്കാം. അങ്ങനെ ഇദ്ദേഹം വന്നിരിക്കുന്നത് വേദം ചൊല്ലാൻ കഴിവുള്ള ഒരു തത്തയും കൊണ്ടാണ്. എന്നിട്ട് ആ വളരെ മനോഹരമായൊരു തത്ത, അതിൻ്റെ ചുണ്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചുവന്ന് തുട്ടത്ത്, അതിൻ്റെ ആ ഒരു വർണ്ണം അത്ര ഭംഗിയാണ്. കേവലം ഒരു പച്ച നിറത്തിലല്ല, അതിൻ്റെ തൂവലുകളിലൊക്കെ ചുവപ്പും അങ്ങനെയൊക്കെയുള്ളൊരു പക്ഷി, കണ്ടാൽ തന്നെ അത്ര മനോഹരമായിട്ടുള്ള പക്ഷി. ആ പക്ഷി മധുരമായിട്ട് അക്ഷരസ്ഫുടതയോടെ തെറ്റില്ലാതെ എന്താണ് ഈ വേദങ്ങൾ ചൊല്ലുമ്പോൾ ഉദാത്ത അനുദാത്ത, അതായത് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടൊക്കെ സ്വരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ചൊല്ലാനുള്ള കഴിവുള്ള തത്തയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് രാജാവിൻ്റെ തലയിലേക്ക് അങ്ങോട്ട് കയറ്റിയപ്പോൾ രാജാവിന് ഭയങ്കര ബഹുമാനം.
എന്നിട്ട് പറഞ്ഞു, രാജൻ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എൻ്റെ ഈ തത്ത വേദം ചൊല്ലുന്ന പോലെ നിങ്ങളുടെ നാട്ടിലെ ഒരു തത്തയെ കൊണ്ട് നിങ്ങൾ വേദം ചൊല്ലിക്കുകയാണെങ്കിൽ എനിക്കിതുവരെ കിട്ടിയ ആദരവുകളും അംഗീകാരങ്ങളും ഒക്കെ ആ തത്തയുടെ ആൾക്ക് കൊടുക്കും. അല്ലെങ്കിൽ എനിക്ക് 1000 പവൻ സ്വർണം തരണം. രാജാവ് നോക്കും, 1000 പവൻ സ്വർണ്ണ കൊടുക്കേണ്ടത് ഈ ബെറ്റിൽ. രാജാവ് പല പണ്ഡിതന്മാരോട് ചോദിച്ചൊരു തത്തയെ സംഘടിപ്പിച്ചുകൊണ്ടുവരാൻ. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും കൊണ്ടുവന്ന തത്ത കീ കൂ പീ പീ എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇനി മാക്സിമം പോയാൽ എന്താടാ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന തത്തകളാണ്. പിന്നെ പോയാൽ പോടാ, നല്ല വാക്കുകളെന്നൊക്കെ പറയുന്ന തത്തകൾ വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പം രാജാവിന് ഒരു തത്തയെ പോലും കിട്ടാനില്ല. ചിലതൊക്കെ പറയണ്ടേ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞ് കരയുന്ന കുറേ തത്ത. അതിനെ കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് കൃഷ്ണ എന്നാണോ പോലും അറിയില്ല. ഇത് നല്ല സ്ഫുടതയോട് ഉച്ചരിക്കുന്ന തത്ത. രാജാവിന് പാവം ഈ കാര്യത്തിൽ വളരെ വിഷമായി. നമ്മുടെ നാട്ടിലൊരു കഴിവില്ല, ഇങ്ങനെ കാര്യത്തിൽ കഴിവില്ലാത്ത ഒരു വ്യക്തിത്വങ്ങളില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള തത്തകളുള്ള ആളുകളില്ലല്ലോ. രാജാവ് ഇങ്ങനെ ധർമ്മസങ്കടത്തിലിരിക്കുമ്പോഴാണ് തെന്നാലിരാമനെ കാണുന്നത്. തെന്നാലിരാമൻ ചോദിച്ചു, എന്താ രാജൻ, എന്തൊരു വിഷമത്തിലാണല്ലോ. രാമൻ, നമുക്കൊരു വേദം ചൊല്ലുന്ന തത്തയെ കിട്ടിയാൽ 1000 ലാഭിക്കാമായിരുന്നു. നമ്മുടെ നാടിനൊരു വില കുറവാണത്. 1000 പോകുന്നതിനല്ല, നാടിനൊരു പേരും പ്രശസ്തിയുണ്ട്. കാരണം സംഗീതക്കാരുടെ, നൃത്തക്കാരുടെ, വാദ്യക്കാരുടെ, അതുപോലെ തന്നെ പല മേഖലയിലും അറിവുള്ള ആളുകളുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു നമ്മുടെ രാജ്യം. പക്ഷെ വേദം ചൊല്ലാൻ കഴിവുള്ളൊരു തത്തയെ കിട്ടാനില്ലല്ലോ. ഉടനെ തെന്നാലിരാമൻ പറഞ്ഞു, അതിനാണോ രാജൻ വിഷമം? ഈ മത്സരത്തിൽ അയാൾ തോറ്റാൽ 1000 എനിക്ക് തരുമെന്ന് വെച്ചു. രാജാവ് പറഞ്ഞു, രാമ, നിനക്ക് വല്ല അറിവുണ്ട് കാര്യത്തിൽ? നിനക്ക് വേദം ചൊല്ലാൻ അങ്ങനെ വല്ല തത്തയും കണ്ടുപിടിക്കാൻ പറ്റുമോ? അതൊക്കെ ഞാൻ ഏറ്റു രാജൻ. ആ മത്സരത്തിൽ അയാൾ തോറ്റാൽ 1000 എനിക്ക് തരുമെന്ന് പറയൂ ആദ്യം. അപ്പോൾ രാജാവ് പറഞ്ഞു, അങ്ങനെ നീ അയാളെ തോൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ആ 1000 നിനക്ക് തന്നിരിക്കും. പക്ഷേ പിന്നീട് നീ 500 എനിക്ക് തന്നെ തിരിച്ചു തരണമെന്ന്. എന്നാലും കുഴപ്പമില്ല, രാമൻ വിചാരിച്ച് 500 കിട്ടുമല്ലോ. പിറ്റേ ദിവസം വലിയ സദസ്സ്, ആൾക്കാരിങ്ങനെ നിറഞ്ഞിരിക്കുന്ന സദസ്സ്. ഈ പണ്ഡിതൻ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുന്ന, തലയിലൊരു കെട്ടൊക്കെ കെട്ടി അങ്ങനെ ഗംഭീരനായിട്ടിരിക്കുന്നു. ഒരു രുദ്രാക്ഷമാലയിൽ കെട്ടിയിരിക്കുന്ന സ്വർണം തന്നെ കണ്ടു കഴിഞ്ഞാൽ ഓരോ പവനാണ് ഓരോ മാലയുടെ ഓരോ വലിയ കണ്ണി രുദ്രാക്ഷത്തിൻ്റെ അതിൻ്റെ കപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 10-50 പവൻ സ്വർണം രുദ്രാക്ഷമാലയിൽ, അല്ലാതെ തന്നെ പതക്കങ്ങളെല്ലാമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഈ തത്തയെ കൊണ്ടുവരുന്ന സ്വർണ്ണക്കൂട്ടിലാണ്. തത്ത ചില്ലറ തത്തയെന്നല്ല, സ്വർണ്ണ പാത്രത്തിലേ പാല് കുടിക്കുള്ളൂ, സ്വർണ്ണ പാത്രത്തിലേ ഫ്രൂട്ട്സ് കഴിക്കുള്ളൂ, ഒക്കെ സ്വർണ്ണമായ ഒക്കെ ഈ തത്തയുടെ വേദം ചൊല്ലൽ കിട്ടിയതാണ്. അപ്പോൾ രാജാവിനോട് ചോദിച്ചു, രാജൻ, അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ തത്തകളൊന്നും ഇല്ല ചോദിച്ചു. പറഞ്ഞു, തെന്നാലിരാമൻ പറഞ്ഞു, തത്തയുണ്ട്, വരും, പക്ഷേ നിങ്ങളുടെ തത്തയുടെ ആദ്യത്തെ പെർഫോമൻസ് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ തത്തയുടെ പെർഫോമൻസ് കഴിഞ്ഞാൽ വേറെ തത്ത വന്നോളും. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ഒരു സ്വർണ്ണ പീഠത്തിൽ പട്ടൊക്കെ വിരിച്ച് അതിലങ്ങോട്ട് തത്തയിരുത്തി. തത്ത അങ്ങനെ എല്ലാവരെയും അഹങ്കാരത്തോടുകൂടി നോക്കുകയാണ്. തെന്നാലിരാമനെ നോക്കി. തെന്നാലിരാമനെ നോക്കിയതിന് ശേഷം പിന്നെ ആ തത്ത ഒരൊറ്റ ചാട്ടാണ് കൂട്ടിലേക്ക്, തലയും താഴ്ത്തി ഒറ്റ ഇരിപ്പ്. ഇടയ്ക്കിടയ്ക്ക് തെന്നാലിരാമൻ്റെ അടുത്തേക്ക് നോക്കും. ആർക്കൊന്നും പിടികിട്ടുന്നില്ല. വേദം ചൊല്ലാൻ വന്ന തത്ത കൂട്ടുനിറങ്ങാൻ തയ്യാറില്ല. ഈ പണ്ഡിതൻ ഇതിനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വണ്ടി എടുത്തിട്ട് പുറത്തേക്കാക്കുമ്പോൾ ജീവനും കൊണ്ട് വേഗം കൂട്ടിലേക്ക് ചാടും. ഒരു 4-5 പ്രാവശ്യം ചാടി തത്ത ഉറക്കെ കരയാൻ പറയും, എന്നെ കൊണ്ടുപോവിടുന്ന്, വേദമൊന്നും വരുന്നില്ലേ, കൊണ്ടുപോവിടുന്ന്. ചീത്ത വിളിക്കാൻ തുടങ്ങി ആ പണ്ഡിതനെ, എടാ നീ എന്നെ കൊണ്ടുപോവിടുന്നു എന്നൊക്കെ. പണ്ഡിതനെ ചീത്ത വിളിക്കാൻ തുടങ്ങിയപ്പോൾ പണ്ഡിതൻ വിചാരിച്ചു, ഇനി നാണക്കേടാ, വേദം ചൊല്ലുന്നത് തത്ത ചീത്തയും കൂടി വിളിക്കുമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ പണ്ഡിതൻ അവിടുന്ന് തത്തയും കൊണ്ട് സ്ഥലം വിട്ട് കളഞ്ഞു. ഇപ്പം രാജാവ് ചോദിച്ചു, രാമ, എന്താ നീ വല്ല ഗൂഢോത്രം ചെയ്തു അതിനെന്ന്? അപ്പം രാമൻ പറഞ്ഞു, ഞാൻ ഗൂഢോത്രം ചെയ്തില്ല. പിന്നെ രാമൻ തൻ്റെ മടിയിൽ നിന്ന് ഒരു സാധനം എടുത്ത് പുറത്ത് വെച്ചു. രാജാവ് നോക്കുമ്പോൾ കരിക്കട്ട പോലൊരു പൂജ, അതിൻ്റെ കണ്ണിങ്ങനെ തിളങ്ങിക്കിടക്കുകയാണ്. പൂച്ച ഒരു നോട്ടം നോക്കിയതും തത്തയുടെ ആവി പോയി. പൂച്ച നോക്കി കഴിഞ്ഞാൽ പിന്നെ തത്തയ്ക്ക് ജീവൻ ഉണ്ടാവുമോ? അതെങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനെ നാക്കൊക്കെ ഇട്ട് അതിന് നിന്നെ ശരിയാക്കുന്നുള്ള രീതിയിലാണ്. നാക്കുകൊണ്ടൊരു ഇങ്ങനെ ഒരു ഇറക്കലൊക്കെ കാണാം. തത്ത വിചാരിച്ച് എൻ്റെ ജീവൻ ഇതോടുകൂടി കഴിഞ്ഞു എന്നുള്ളത്. പിന്നെ ആ തത്ത പുറത്തിറങ്ങിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തെന്നാലിരാമൻ 1000 സ്വർണം കൊടുക്കേണ്ടി വന്നു, കാരണം തോൽപ്പിച്ചു വിട്ടു. അപ്പോൾ നമുക്ക് വേണ്ട ബുദ്ധി, വേണ്ട സമയത്ത്, വേണ്ട പോലെ പ്രവർത്തിക്കാൻ
ആ സാധിക്കുന്ന കഴിവുണ്ടല്ലോ, ആ കഴിവുകളൊക്കെ മനുഷ്യരിലുണ്ട്. പക്ഷേ അത് കിട്ടാതെ, അത് കണ്ടെത്താൻ പറ്റാതെ പലരുടെയും ജീവിതം ആ എന്താ പറയുക, കഴിവ് പോയിട്ട് പലപ്പോഴും ഉൾവലിഞ്ഞ് ഡിപ്രഷനായി, ഫ്രസ്ട്രേഷനായി, അയ്യോ ഇനിയിപ്പോൾ തത്ത വന്ന പാടെ എൻ്റെ 1000 പോയില്ല, എൻ്റെ 1000 പോയില്ല, എൻ്റെ 1000, ഈ തരത്തിലാണ് പലരും ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു പരിഹാരമുണ്ട് എന്നല്ല, എനിക്കിത് പ്രശ്നമാണ്, ഇത് പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവില്ലല്ലോ, ഈ പ്രശ്നം ഇങ്ങനെയാണല്ലോ, ആ പ്രോബ്ലത്തെ നോക്കുന്നവരാണ് നമ്മൾ പലരും. അപ്പോൾ ആ പരിഹാരം എന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഒരാളുടെ മൈൻഡിനെ എംപവർ ചെയ്യണം, കഴിവുള്ളതാക്കണം. അതാണ് ഭഗവത്ഗീത നമുക്ക് സാധിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഗീതയിൽ 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, മനസ്സിനെക്കുറിച്ചുള്ള അറിവ്, ആ മനസ്സെന്താണ്. 2, ആ മനസ്സിനെ എങ്ങനെ നമുക്ക് കഴിവുള്ളതാക്കാം, പ്രാപ്തിയുള്ളതാക്കാം. ഭയത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, വിഷാദത്തിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും എങ്ങനെ അതിനെ മോചിപ്പിക്കാം. ഈ ഒരു കാര്യമാണ് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ടാണ് ഗീത ഏത് കാലഘട്ടത്തിലും മനുഷ്യർക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഇത് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഭഗവത്ഗീത നമുക്ക് ഇനിയെങ്കിലും നമുക്ക് സമൂഹത്തിലേക്ക് ഇതിനെ വേണ്ട രീതിയിൽ എത്തിക്കണം. അടുത്ത തലമുറയെങ്കിലും നമുക്ക് കിട്ടാത്തതായ പല കാര്യങ്ങളും നമ്മുടെ നെക്സ്റ്റ് തലമുറയ്ക്കെങ്കിലും കിട്ടാൻ നമുക്കൊന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഈ ഗീത നമ്മൾ മാക്സിമം പ്രചരിപ്പിക്കുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. കാരണം വാട്ട് ഈസ് ഗീത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മൈൻഡ് എംപവറിങ്, അല്ലെങ്കിൽ മൈൻഡ് ഡെവലപ്പിംഗ് സയൻസാണ്. മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന, മനസ്സിനെ എംപവർ ചെയ്യാൻ സഹായിക്കുന്ന, മനസ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ സഹായിക്കുന്ന ശാസ്ത്രമാണ്. സോ ഇൻ ഓർഡർ ടു ട്രാൻസ്ഫോം ദ മൈൻഡ്, ഫസ്റ്റ് വി ഷുഡ് നോ വാട്ട് ഈസ് മൈൻഡ് ആൻഡ് ഹൗ ടു ട്രാൻസ്ഫോം ദിസ് മൈൻഡ്. ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിച്ചാൽ അറിവിനോടൊപ്പം തന്നെ, കഴിവിനോടൊപ്പം തന്നെ അത് പ്രകടമാക്കാനുള്ള, ആവിഷ്കരിക്കാനുള്ള ശക്തിയും പ്രാപ്തിയും ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ ആ മനുഷ്യൻ്റെ ജീവിതം വളരെ സംതൃപ്തവും സന്തുഷ്ടവും കൃതാർത്ഥവും ആയിത്തീരും. അപ്പം അതാണ് ഗീതയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഏതായാലും നമ്മൾ എത്തി നിൽക്കുന്നത് ഗീതയിലെ 5-ാം അധ്യായത്തിലെ 7-ാം ശ്ലോകമാണ്. നമുക്ക് ആ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, എങ്കിലും ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകങ്ങൾ വായിച്ചു നോക്കാം. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുറുവന്നപി ന ലിപ്യതേ. ഈ ശ്ലോകങ്ങളൊക്കെ അതിഗംഭീരങ്ങളാണ്. ഇതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിതത്തിലൊരു വലിയ സന്തുഷ്ടിയാണ്. നമുക്ക് ശരിക്കും ജീവിതം നമ്മൾ ആസ്വദിക്കുകയാണ്. കൃഷ്ണൻ ഇവിടെ പറയുന്നു, ഈ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ കുറുവൻ അപി ന ലിപ്യതേ. കുറുവൻ എന്ന് പറഞ്ഞാൽ കുരു, ചെയ്യുക. അതായത് അവനവൻ്റെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ന ലിപ്യതേ, ആ കർമ്മം ഒരാളിൽ ലേപ്യതേ അത് ഒരു കാര്യവും നമ്മുടെ മനസ്സിൽ ഒട്ടിപ്പിടിപ്പിക്കുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നമ്മൾ പൂർണ്ണമായി അങ്ങോട്ട് മുഴുകാതിരുന്നാൽ നമുക്ക് ആ പ്രവൃത്തി പൂർണ്ണമായി ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തി ഇല്ലാതെ വരും. അപ്പം സംതൃപ്തി ഇല്ലാതെ പോയാൽ അത് നമ്മുടെ ഉള്ളിൽ ചെറിയൊരു കുറ്റബോധം, ഒരു റിഗ്രറ്റ്, ഞാനത് വേണ്ട പോലെ ചെയ്തിട്ടില്ല എന്നല്ല. ഇനി രണ്ടാമത്തത്, നമ്മൾ തെറ്റായി ചെയ്താലും നമുക്ക് കുറ്റബോധം, ഞാൻ റോങ്ങലി ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ എല്ലാ അറിവും ഉണ്ടായിരിക്കാം, പക്ഷെ അത് വേണ്ട പോലെ എഴുതി എന്നുള്ളൊരു കൃതാർത്ഥത ഇല്ലെങ്കിൽ അത് മനസ്സിലൊരു കുറ്റബോധം. അപ്പോൾ മനസ്സെങ്ങനെ അതിനെക്കുറിച്ച് ഓർത്തിങ്ങനെ വളരെ ഡിസ്റ്റർബ്ഡായി. ഇനി അതല്ല, തെറ്റായി ചെയ്തു കഴിഞ്ഞാലും അപ്പോഴാ തെറ്റാണല്ലോ ചെയ്തത് എന്നുള്ളൊരു വിഷമം, കുറ്റബോധം മനസ്സിൽ. ഇനി അതേ കാര്യം വേണ്ട പോലെ ഒട്ടും ചെയ്യാതിരുന്നാലും അപ്പോഴും മനസ്സിൽ തീരെ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പിന്നെ അതേ കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മിസ്ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞത്, തെറ്റായിട്ട് ചെയ്താൽ കുറ്റബോധം, തീരെ ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റബോധം, അതുപോലെ തന്നെ നമ്മൾ ശരിയായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ ആയിട്ടില്ലെങ്കിൽ കുറ്റബോധം, അങ്ങനെ വിപരീതമായി ചെയ്താൽ കുറ്റബോധം, അങ്ങനെയൊക്കെയുള്ളൊരു കുറ്റബോധം നമ്മുടെ ഉള്ളിലുണ്ടാവും. ഒരു റിഗ്രറ്റ്, നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ഉണ്ടാവും. ഈ ഗിൽറ്റില്ലാതെ, റിഗ്രറ്റ് ഇല്ലാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കണം. കുറുവൻ എന്ന് പറഞ്ഞാൽ ചെയ്യുക. എന്നാൽ ലിപ്യതേ, നമ്മുടെ ഉള്ളിൽ ഒന്നും ഒട്ടരുത്. എന്തൊട്ടരുത്? കുറ്റബോധവും അതുപോലെ തന്നെ ഒരു
ഗിൽറ്റി കോൺഷ്യസ്നസ്സും നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു പശ്ചാത്താപം നമുക്കുണ്ടാവരുത്, ഒരു വിഷമം ഉണ്ടാവരുത്. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ പെർഫെക്റ്റ് ആവണം. ആ പെർഫെക്റ്റ് ആവാൻ എന്താണ് വേണ്ടത് എന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. സ്കൂളുകളിലൊക്കെ കുട്ടികളിൽ സത്യത്തിൽ അധ്യാപകർ ഇത്തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്. വെറുതെ ക്ലാസ്സിൽ ബബ്ബ എന്ന് പറഞ്ഞ് പോയാൽ കുറച്ച് കുട്ടികളൊക്കെ ക്യാച്ച് ചെയ്യും, അല്ലാത്ത കുട്ടികൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അവരെ ട്യൂഷന് പറഞ്ഞയച്ച് അച്ഛനമ്മമാർക്ക് നിവൃത്തിയുള്ളൂ. അപ്പം അങ്ങനെ കുറേ കുട്ടികളുടെ ബ്രെയിൻ അധികം ഡിസ്റ്റർബ് ചെയ്തിട്ട് മെൻ്റലി അവരെ മുഴുവൻ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇന്നത്തെ വിദ്യാഭ്യാസ രീതി. അപ്പോൾ അത് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനെന്ത് വേണം വെച്ചാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മൈൻഡ് എംപവറിങ് പ്രോഗ്രാം, മൈൻഡ് ട്രാൻസ്ഫോമിങ് പ്രോഗ്രാം, മൈൻഡ് ഡെവലപ്പിംഗ് പ്രോഗ്രാം ഇത് നമുക്കുണ്ടാക്കി വയ്ക്കണം. അപ്പം ബ്രെയിനിൻ്റെ 2 പാർട്ടായിട്ടുള്ള ഇൻ്റലക്റ്റ് ആൻഡ് മൈൻഡ്. ഇൻ്റലക്റ്റ് ഈസ് സംതിങ് ഗ്യാതറിങ് ദ ഇൻഫർമേഷൻ, ക്യാച്ചിങ് ദ ഇൻഫർമേഷൻ, ആൻഡ് മൈൻഡ് ഈസ് എക്സിക്യൂട്ടിങ് ദാറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഒന്ന് എക്സിക്യൂട്ടറാണ്, ഒന്ന് അബ്സോർബ് ചെയ്യുന്നു, അത് മനസ്സിലാക്കുന്നു, മൈൻഡ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അബ്സോർബിങ്ങും എക്സ്പ്രസ്സിങ്ങും അതാണ് നമ്മുടെ ഈ ബ്രെയിനിൻ്റെ അകത്ത് നടക്കുന്ന മനസ്സും ബുദ്ധിയും തമ്മിലുള്ള അതിൻ്റെ വ്യത്യസ്തതയാണ്. മൈൻഡ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ അതാണ് വികാരങ്ങൾ. പെട്ടെന്ന് നമ്മുടെ മുഖത്തോട് മാറിയാൽ നമ്മുടെ മുഖത്ത് അത് എക്സ്പ്രഷൻ വന്നു. അതുകൊണ്ടല്ലേ പറയുന്നത് മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന്. അപ്പം മനസ്സ് എന്ത് വികാരത്തെ കൊണ്ടുവന്നു അത് മുഖത്തേക്ക് വന്നു. ആ മുഖത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരീരം മുഴുവൻ വ്യാപിച്ചു കഴിഞ്ഞു. അത് നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും, പെർഫോമൻസിനെ ബാധിക്കും. അത് നമ്മളെ പലപ്പോഴും ഉൾവലിയിക്കും. അപ്പോൾ ഈ വിഷാദം, വിഷമം, വേദന, ദുഃഖം, പേടി, ഭയം, അസ്വസ്ഥത ഇതൊക്കെ മൈൻഡിൽ നിന്ന് വരുന്നതാണ്. അപ്പം മനസ്സിൽ അത്തരത്തിലുള്ള വികാരങ്ങളെ മറികടക്കാനുള്ള ചില ട്രെയിനിങ് ആവശ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത് ഗീതയുടെ പ്രസക്തി അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഈ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കുട്ടികൾക്കത് കൊടുക്കണമെങ്കിൽ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സ്പിരിച്വലായിട്ടുള്ള ചില ആക്ടിവിറ്റികളിലൂടെ എളുപ്പം സാധിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടില്ലേ, ഒരു കൃത്യനിഷ്ഠമായി രാവിലെ പങ്ക്ച്വലായിട്ട് എണീക്കുക. അത് നമ്മുടെ മൈൻഡിൻ്റെ കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യും. എനിക്ക് എണീക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, നാമജപം, ഒരു മാല എടുത്തിട്ട് അപ്പം നിരന്തരം നമ്മൾ മൈൻഡിനെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാമം ജപിക്കുന്ന സമയത്ത് അതിൽ നിന്ന് കിട്ടുന്നൊരു ഊർജം, ഒരു എനർജി, അതായത് ആ മന്ത്രം ജപിച്ച് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് വരുമ്പോൾ എന്ത് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിയിൽ എന്താണോ വരുന്നത് അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള പ്രശ്നത്തിൻ്റെ മുന്നിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ഈ ഫോക്കസിങ് നമുക്ക് സ്ട്രോങ് ആക്കി നിലനിർത്താൻ പറ്റാത്തതുകൊണ്ടാണ് മൈൻഡ് വളരെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസെൻട്രേഷൻ എന്ന വാക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ച് പഠിക്കൂ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കണം എന്നൊക്കെ അച്ഛനമ്മമാരും അതുപോലെ തന്നെ അധ്യാപകരും ഇങ്ങനെ ശ്രദ്ധിക്കൂ, എവിടെയാണ് അതിൻ്റെയൊക്കെ അറ്റൻഷൻ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. പക്ഷേ നമ്മുടെ മൈൻഡ് അങ്ങനെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം നമുക്ക് ബോറടിച്ചാൽ മൈൻഡ് എവിടെയെങ്കിലും പോകും. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയാൽ മൈൻഡ് പോയി. അതുപോലെ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നില്ലെങ്കിൽ മൈൻഡ് പോയി. അത് ഈ പറയുന്ന അധ്യാപകന് പോലും അറിയാം അവരെ മൈൻഡിനെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ മൈൻഡിനെ സംബന്ധിച്ച് അതിനെ കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അതിന് ചില ട്രെയിനിങ് ആവശ്യമുണ്ട്. അതാരും കൊടുക്കുന്നില്ല. എന്നിട്ട് വെറുതെ ശ്രദ്ധിച്ചിരിക്കുക, ഏകാഗ്രത ഉണ്ടാവുക, നിനക്കൊന്നും കോൺസെൻട്രേഷൻ ഇല്ല, നിനക്കൊക്കെ വേറെ കാര്യത്തിലാണ് ശ്രദ്ധ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ ശ്രദ്ധ വളരെ കുറഞ്ഞു വരികയാണ്. കാരണം മൈൻഡ് വളരെ ഡൈവേർട്ടഡായിപ്പോയി. അവർക്ക് ഒരുപാട് മൊബൈലിലും മറ്റൊക്കെയുള്ള ആക്ടിവിറ്റികൾ കാരണം, അല്ലെങ്കിൽ അതിലൊക്കെയുള്ള എൻ്റർടൈൻമെൻറ്റ് കാരണം അവർക്ക് പഠനത്തിലുള്ള ഇൻട്രസ്റ്റ് വളരെ നഷ്ടപ്പെട്ടു. എന്ന് മാത്രമല്ല, അച്ഛനും അമ്മയും പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാൻ പോലുള്ള പേഷ്യൻസ് അവർക്ക് നഷ്ടപ്പെട്ടു. എപ്പോഴും വിരളി പിടിച്ചവരായിപ്പോയി. എന്തെങ്കിലും ഒന്ന് പറയാം, ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുമ്പോഴേക്കും അവർ പോയി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു വളരെ വെപ്രാളമുള്ള, വളരെ വിരളി പിടിച്ചിരിക്കുന്ന, റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന ഒരു മൈൻഡുകളാണ് ഇനി നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്നത്. ഒരു ഹൈപ്പർ എന്ന് പറയുന്ന ഒരു ടീമാണ് വരുന്നത്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ വളരെ മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം പത്രവാർത്തകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ട് ഐ ലവ് യു, അവൾ പറയാം ഐ കാൺ ആൻസർ ഇറ്റ്, അപ്പോഴേക്കും കത്തിയെടുത്തു കുത്തിയതിനെ. ഒരു ചിന്തിക്കാൻ പോലും സമയമില്ല. അല്ലെങ്കിൽ പെട്രോൾ വാങ്ങിച്ചുകൊണ്ടൊന്ന് കത്തിച്ചു. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചാണ്, ഒരുതൻ കടയിൽ വന്നിട്ട് എന്തോ ഭക്ഷണം ചോദിച്ചു, കടയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവനോട് പറഞ്ഞു കഴിഞ്ഞു എന്ന്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ കടക്കാരൻ, അവൻ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചു തോന്നു. പിന്നെ ഇവൻ പോയിട്ട് തോക്കെടുത്തുകൊണ്ടൊന്ന് വെടിവെക്കുക. ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ലാഘവത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ. അപ്പം മൈൻഡ് അത്ര ഫ്രസ്ട്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും മൈൻഡിന് ഒന്നിനും താങ്ങാനുള്ളൊരു കഴിവില്ല.
അച്ഛനൊരു കാര്യം പറഞ്ഞു, മോളെ നീ ഇങ്ങനെയൊന്നും ആവരുത്, നീ ഒന്ന് എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട, എൻ്റെ അടുത്ത് അത്രയ്ക്ക് പൈസ ഉണ്ടോ, അപ്പോൾ എന്നെ ആർക്കും വേണ്ട, എന്നോട് ആർക്കും ഇഷ്ടമല്ല, എനിക്കൊന്നും മേടിച്ചില്ല. തൂങ്ങി. ഒരു നിമിഷം എന്നാ അച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോയെന്നൊന്നും നോക്കുന്നില്ല, അച്ഛൻ്റെ കയ്യിൽ അത്രയും പണം ഉണ്ടോയെന്നൊരു വിഷയമല്ല, തൂങ്ങി. വിഷമം. എന്തൊരു മനസ്സാണ് നോക്കൂ നമ്മളിന്ന് വാർത്തെടുത്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കേരളത്തിലത് വളരെ ഡിസാസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഭരിക്കുന്ന ഭരണകക്ഷികളൊക്കെ ഉണ്ടല്ലോ, ആത്മീയത അത്ര അവഗണിക്കും തോറും ഈ കുട്ടികളിലൊരു സിസ്റ്റമാറ്റിക് ലൈഫ് ഡെവലപ്പ് ചെയ്യാതിരുന്നാൽ മൈൻഡ് വളരെയധികം വീക്കായി നമ്മളിങ്ങനെ ഈ ആത്മഹത്യകളും കൊലപാതകങ്ങളും അതുപോലെ തന്നെ മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് മനസ്സാണെങ്കിൽ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ കൺട്രോൾ പോയാൽ അവർ ലഹരിയിലേക്ക് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മനസ്സിന് ശാന്തത വേണ്ടേ, ഉറങ്ങുമ്പോഴും ശാന്തതയില്ല. കാരണം അന്നത്തെ 12 മണി വരെ ഇരുന്ന് ഫ്രണ്ട്സിനോട് ചാറ്റ് ചെയ്യുന്നവർക്ക് എന്തുറക്കം, സുഖമായ ഉറക്കം. അപ്പം മനസ്സിനെ ശാന്തമാക്കാൻ ഇങ്ങനെയുള്ള ലഹരികളിലേക്കൊക്കെ അവർ അടിമപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമുക്കൊരു ഇനിയെങ്കിലും ഇതൊന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു മൈൻഡ് എംപവറിങ് പ്രോഗ്രാം, മൈൻഡ് ട്രാൻസ്ഫോമിങ് പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ദുരന്തങ്ങളായി നമ്മുടെ കുട്ടികളുടെ ജീവിതം മാറും. കുറേ അച്ഛനമ്മമാർക്ക് അതോർത്ത് ദുഃഖിക്കേണ്ടി വരും. കാരണം കുട്ടികളുടെ മൈൻഡ് അത്രമാത്രം വളരെയധികം വീക്കായിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യം ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയൂ. നിങ്ങൾ പത്രവാർത്തകളൊക്കെ വായിച്ചിട്ട് ഇതൊക്കെ അടുത്ത വീട്ടിലല്ലേ, അവരുടെ വീട്ടിലല്ലേ, എൻ്റെ വീട്ടിലല്ല, അങ്ങനെ ചിന്തിക്കരുത്. കാരണം അതൊരു പകർച്ചവ്യാധി പോലെ വ്യാപിച്ചിരിക്കുകയാണ്. നമ്മളാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ഇന്ന് കുട്ടികൾ ഇത്രമാത്രം മൊബൈൽ അഡിക്ഷൻ വരും എന്നുള്ളത്, ഓൺലൈൻ ക്ലാസ്സുകൾ വരും എന്നുള്ള ആരെയും പ്രതീക്ഷിച്ചു? നിങ്ങൾ നോക്കൂ, കോവിഡ് എന്ന് പറയുന്നൊരു മഹാവ്യാധി ചൈനയിൽ എവിടെയാണ് കിടക്കുന്ന സ്ഥലം, ഏതോ ഒരു മുക്കിൽ കിടക്കുന്നൊരു സ്ഥലത്ത് നിന്ന് അതങ്ങനെ വ്യാപിച്ച് എന്നാൽ ചൈനയിലെ മെയിൻ പട്ടണങ്ങളിലാണ് കൂടുതൽ ആളുകൾ പോകുന്നത്. ഇപ്പോൾ ഷാങ്കായിലാണെങ്കിൽ അല്ലെങ്കിൽ ബീജിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സിറ്റികളിൽ ഇതെല്ലാം കുറച്ച് ഇൻഡസ്ട്രിയൽ ഏരിയയും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സിറ്റികളാണ്. കുട്ടികൾക്ക് കുറേ മെഡിക്കൽ കോളേജുകളും അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് ഈ കോവിഡൊക്കെ വന്നിരിക്കുന്ന പ്രൊവിൻസ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇത് വന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു എന്ന് പറയുന്ന പോലെയാണ് ഇന്ന് മാനസികമായ പ്രശ്നങ്ങളും. ഒരു സൈക്കിക് വളരെ ഇമ്പാക്റ്റുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇനിയെങ്കിലും ഒരു മാനസികമായ ഡെവലപ്മെൻറ്റ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഗീത നമുക്കിന്നൊരു ആവശ്യമാണ്, പഠിക്കേണ്ടതാണ്, പ്രചരിപ്പിക്കേണ്ടതാണ്. കാരണം ഗീതയിലൂടെ മാത്രമേ നല്ലൊരു മനസ്സിനെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ ചെറിയ കാര്യങ്ങളിൽ പോലും പിണങ്ങിയും നിരാശരായും അസ്വസ്ഥരായും മാനസികമായി താളം തെറ്റിയും ജീവിതം അങ്ങനെ മുരടിച്ചും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തും അല്ലെങ്കിൽ വേണ്ടാത്തതായ ലഹരികൾക്കടിമപ്പെട്ടും തുലച്ച് കളയുന്ന, പുകച്ച് കളയുന്ന, ജീർണിപ്പിച്ച് കളയുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണേണ്ടി വരും. അത് നമ്മൾ സ്വയം ചോദിക്കുക, നമ്മളൊക്കെ അതിൽ ഉത്തരവാദികളല്ലേ? കാരണം നമുക്കും ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട വിധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രചരിപ്പിക്കേണ്ട ഒരു ധർമ്മമില്ലേ? കാരണം നമ്മുടെ ഋഷിവര്യന്മാർ ഭഗവത്ഗീത പോലുള്ള അമൂല്യമായ കൃതികൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടായിട്ട് നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു കഴിവുകെട്ട സമൂഹത്തെ നമുക്ക് കണ്ട് ജീവിക്കേണ്ടതുണ്ടോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ തയ്യാറാവേണ്ടതില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഈ ശ്ലോകത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.